എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് മഗധ രാജവംശത്തെ പറ്റിയായിരുന്നു. അതിനുശേഷം മഗധ രാജവംശത്തിൻ്റെ അവസാനം മൗര്യ രാജവംശം നിലവിൽ വന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ ഡിഡ് ചന്ദ്രഗുപ്ത മൗര്യ ഫൗണ്ടഡ് ദ മൗര്യൻ എംപയർ? മൗര്യൻ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവ് എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാം. ആൻസർ നോക്കാം. മഗധ വാസ് റൂളേഡ് ബൈ വേരിയസ് ഡൈനാസ്റ്റി. മഗധയിലെ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ അകത്തെ ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് ധനനന്ദ, ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി ഇൻ 321 BC ആൻഡ് ഫൗണ്ടഡ് ദ മൗര്യ കിങ്ഡം. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവ് ധനനന്ദയെ പരാജയപ്പെടുത്തിയിട്ട് നന്ദ രാജവംശത്തിലെ ധനനന്ദയെ ലാസ്റ്റ് റൂളറായിരുന്ന നന്ദ രാജവംശത്തിലെ ധനനന്ദ എന്ന രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് BC 321 എന്ത് ചെയ്തു? മൗര്യരാജ്യം സാമ്രാജ്യം സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ഗ്രീക്ക് എൻവോയി മെഗസ്തനീസ് ഡിസ്ക്രൈബ് അബൌട്ട് ദ സിറ്റി ഓഫ് പടാലിപുത്ര, ദ ക്യാപിറ്റൽ ഓഫ് ദി മൗര്യൻ കിങ്ഡം? അതായത് മൗര്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? പാടലീപുത്രം. അതായത് ഇന്നത്തെ പാട്നയാണ് ഈ പാടലീപുത്രം എന്ന് പറയുന്നത്. ആ നഗരത്തെക്കുറിച്ച് ഗ്രീക്ക് എൻവോയ് രാജപ്രതിനിധി അല്ലെങ്കിൽ ദൂതനായ ഗ്രീക്ക് രാജപ്രതിനിധിയായ മെഗസ്തനീസ് എന്ന് പറയുന്ന ആൾ ഒരു വിവരണം നടത്തിയിട്ടുണ്ട്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. ഇതെന്താണ്? മനോഹരവും വലിയ നഗരവുമാണ്. ദർ ഈസ് എ ബിഗ് വാൾ സറൗണ്ടിങ് ദ സിറ്റി. നഗരത്തെ ചുറ്റി എന്തുണ്ട്? മതിൽ, കോട്ട പോലെ മതിൽ കെട്ടിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് 64 എൻട്രൻസ് ഗേറ്റ്. എത്ര എൻട്രൻസ് ഗേറ്റ് ഉണ്ട്? 64 പ്രവേശന കവാടങ്ങളുണ്ട്. ആൻഡ് മെനി ടവേഴ്സ്. പിന്നെ എന്തുണ്ട്? ഗോപുരങ്ങളും ഉണ്ട്. The 2 and 3 storied houses are built of wood and mud block. 2-3 നിലകളുള്ള വീട് അന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 2-3 നിലകളുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? വുഡ്, തടിയും ചെളിയും ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രീക്ക് എൻവോയി ആയ മെഗസ്തനീസ് എന്ന് പറയുന്ന ആളാണ്. ഇതിൻ്റെ അത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. ക്യാപിറ്റൽ ഓഫ് മൗര്യ കിങ്ഡം ഏതാണ്? പാടലീപുത്ര. അതായത് മൗര്യ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? പാടലീപുത്ര. പാടലീപുത്ര എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പാട്നയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ പ്രസൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു വിച്ച് മഗധ ബിലോങ്. മഗധ എവിടെയായിരുന്നു? ഇന്നത്തെ ഇന്ത്യൻ ഏത് സംസ്ഥാനത്തായിരുന്നു? ബീഹാറിലായിരുന്നു. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ? മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? പാട്ലിപുത്രമാണ്. പാട്ലിപുത്രയാണ് നമ്മുടെ മൗര്യൻ എംപയറിൻ്റെ ക്യാപിറ്റൽ. ഹൂ വാസ് ദ ഓതർ ഓഫ് അർത്ഥശാസ്ത്ര? അർത്ഥശാസ്ത്രയുടെ രചയിതാവാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗടില്യ. നിങ്ങൾക്ക് ആ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. വേറൊരു പേരുണ്ട് അദ്ദേഹത്തിന്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചാണക്യൻ എന്ന് പറയുന്ന ആളുടെ പേരാണ് കൗടില്യ. അദ്ദേഹത്തിൻ്റെയാണ് ഈ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ കൗടില്യൻ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രഗുപ്ത രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. മറ്റൊരു പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ചാണക്യൻ. ചാണക്യതന്ത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ആ ചാണക്യനാണിത്. കൗടില്യൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് അർത്ഥശാസ്ത്ര. ഈ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അവിടെ ഭരിച്ച ശക്തനായ രാജാവായിരുന്നു നമ്മുടെ അശോക ചക്രവർത്തി. ഒരുപാട് ലിഖിതങ്ങളും ശാസനകളുമൊക്കെ അദ്ദേഹം എഴുതി. അതായത് ഈ അന്നത്തെ കാലത്തെ കല്ലുകളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ മൗര്യ രാജവംശത്തെ പറ്റി, അല്ലാതെ മൗര്യ സാമ്രാജ്യത്തെ പറ്റി. അതൊരു വലിയ സാമ്രാജ്യമായിരുന്നു, അത് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അതേപ്പറ്റി നമുക്കറിയാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അശോക ചക്രവർത്തി യുദ്ധങ്ങളൊക്കെ ചെയ്തുള്ള രാജ്യങ്ങളെല്ലാം
വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ചെറിയൊരു നാട്ടുരാജ്യമായ കലിംഗ അദ്ദേഹം ആക്രമിക്കുന്നത്. കലിംഗ ഭയങ്കരമായിട്ട് ചെറുത്തു നിന്നു. അവസാനം നമ്മുടെ അശോക ചക്രവർത്തി തൻ്റെ സൈന്യത്തെ മുഴുവൻ അങ്ങോട്ട് അയക്കുകയും എന്നിട്ട് കലിംഗ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ അശോക ചക്രവർത്തി അവിടെ കാണാൻ ചെന്ന സമയത്ത് അവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവരും സ്ത്രീകളും ഒക്കെ മരിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അശോക ചക്രവർത്തിക്ക് വിഷമമാവുകയും യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അതൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഡൗൺ ഡോക്യുമെൻ്റ് ഹെൽപ്പ് ഫോർ ദി സ്റ്റഡി ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ സാമ്രാജ്യത്തെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചരിത്ര പഠനത്തിന് സഹായകമായ കാര്യങ്ങളെപ്പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥശാസ്ത്ര ബൈ കൗടില്യ, ഇൻസ്ക്രിപ്ഷൻ ഓഫ് അശോക ആൻഡ് കോയിൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്ര, അതിൻ്റെ അകത്ത് ഈ മൗര്യ രാജവംശത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസ്ക്രിപ്ഷൻ ഓഫ് അശോക ചക്രവർത്തി, പ്രശസ്തനായ അശോക ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ മൗര്യ രാജവംശത്തെ പറ്റിയുള്ള സ്റ്റഡിക്ക് ഇതായി. അതിനുശേഷമുള്ളതാണ് കോയിൻസ്, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥശാസ്ത്ര റെഫർ ദാറ്റ് കിങ്ഡം റെസ്റ്റ് ഓൺ 7 കമ്പോണൻസ് ഓർ സപ്താങ്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 7 ഘടകങ്ങൾ അഥവാ സപ്താങ്സിനെ ഊന്നിയാണ് നമ്മുടെ ഈ മൗര്യ രാജവംശം നിലനിന്നിരുന്നത് എന്ന് നമ്മുടെ അർത്ഥശാസ്ത്രയിൽ, കൗടില്യയുടെ അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാമി എന്ന് പറഞ്ഞാൽ കിങ്, രാജാവ്. അമധ്യ ആരാണ്? മന്ത്രിമാർ, നമ്മുടെ മിനിസ്റ്റേഴ്സ്. ജനപദ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെപ്പോലെയുള്ളവർ, ലാൻഡ് ആൻഡ് പീപ്പിൾസ്. പിന്നെ അടുത്തത് തന്നെ ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ, കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം. അറിയാമല്ലോ, നമ്മുടെ കൊട്ടാരങ്ങൾക്കൊക്കെ കോട്ടകളും കോട്ടവാതിലുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അതാണ്. അടുത്തത് കോശ എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷറി, ഖജനാവ്. അടുത്തത് ദണ്ഡ, ജസ്റ്റിസ്, നീതിന്യായം നടത്തുന്നത്. മിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി കൺട്രീസ്, അതായത് മിത്ര രാജ്യങ്ങൾ. അപ്പം ഈ രാജ്യം നിലനിൽക്കുന്നത് ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് എന്നാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മൗര്യൻ കിങ്ഡം ഫ്രം ദിസ് ഇൻസ്ക്രിപ്ഷൻ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഒരു ഇൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് മനസ്സിലായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. FROM ഉണ്ട്, അതിവിടെ മിസ്സായതാണ് കേട്ടോ. അറ്റ് ദിസ് പ്ലേസ് വെയർ ബുദ്ധശാക്യ മുനി വാസ് ബോൺ, ദേവനപ്പിയ പിയാദാസി came and worshipped in person 20 years after his coronation. എന്താ പറഞ്ഞത്? ബുദ്ധിശാക്യ മുനി, അതാരാണ്? നമ്മുടെ ശ്രീബുദ്ധൻ ജനിച്ച ഈ സ്ഥലത്ത്, അതായത് നമ്മുടെ ബുദ്ധൻ ജനിച്ച ഈ സ്ഥലത്ത് ദേവനാംപിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രിയപ്പെട്ട, പിയാദാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അശോക ചക്രവർത്തിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ദേവനാംപിയ പിയാദാസി എന്ന്. എന്ത് ചെയ്തു? നമ്മുടെ അശോക ചക്രവർത്തി കിരീടധാരണത്തിന് 20 വർഷത്തിന് ശേഷം, അതായത് ആദ്യകാലങ്ങളിൽ പുള്ളി യുദ്ധങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതിനുശേഷം കിരീടധാരണത്തിൻ്റെ 20 വർഷത്തിന് ശേഷം ഇവിടെ നേരിട്ട് വന്ന് ആരാധന നടത്തി എന്നാണ് ആ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. എ സ്തൂപ സറൗണ്ടഡ് ബൈ ദ ഗ്രാനൈറ്റ് വാൾ വാസ് എറക്റ്റഡ് ഹിയർ ടു സിഗ്നിഫൈ ദാറ്റ് വാസ് ദി ബർത്ത് പ്ലേസ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് പേഴ്സൺ. ആ പുണ്യാത്മാവ് ജനിച്ച സ്ഥലമാണ് എന്ന് അറിയപ്പെടുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ഇതെന്ന് അറിയപ്പെടുന്നതിന് വേണ്ടി ഇവിടെ കരിങ്കൽ ചുറ്റപ്പെട്ട ഒരു സ്തൂപ സ്ഥാപിച്ചു. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു, ബുദ്ധൻ്റെ അവശേഷിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നതാണ് ഈ സ്തൂപ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ഥാപിച്ചത്, അതായത് പുണ്യാത്മാവ് ജനിച്ച സ്ഥലമാണ് എന്നറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്തൂപ സ്ഥാപിച്ചു. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദി പീപ്പിൾ ഓഫ് ലുംബിനി should be exempted from the bali and that they need to give only
1/8 പാർട്ട് ഓഫ് ദി ഹാർവസ്റ്റ് ഓഫ് ദി ബാഗാസ്. എന്താ പറഞ്ഞേ? അതായത് ഈ ലുംബിനിയിലുള്ള ആളുകൾക്ക്, അതായത് ബുദ്ധൻ ജനിച്ച ലുംബിനിയിലുള്ള ആളുകളെ ബലിയിൽ നിന്ന് ഒഴിവാക്കി. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ടാക്സിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ബലി, ഭാഗ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ബലി എന്ന് പറയുന്നത് അവരുടെ ആചാരത്തെപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അത് നിരോധിച്ചിരിക്കുകയാണ്. അതായത് ബലി കൊടുക്കുന്നത് നിരോധിച്ചു എന്നുള്ളത് നമ്മൾ പഠിച്ചത്. ഈ ബലിയായിട്ട് കൊടുക്കുന്നത് എന്താണ്? കന്നുകാലികളെയൊക്കെയാണ്. അപ്പം അതിൽ നിന്നും ഒഴിവാക്കി. അതായത് ലുംബിനിയിലുള്ള ആളുകളെ ബലിയിൽ നിന്നും ഒഴിവാക്കുകയും എന്നിട്ട് എന്ത് ചെയ്തു? നീഡ് ടു ഗീവ് ഓൺലി 1/8 പാർട്ട് ഓഫ് ഹാർവസ്റ്റ്. അതായത് അവർ എത്ര 8% ഹാർവസ്റ്റിൻ്റെ 8% ഭാഗമായിട്ട് കൊടുത്താൽ മതി. അതായത് ടാക്സ്, നികുതി, ഭാഗം എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്, അത് കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് ആ ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഭരണ സംവിധാനം, മൗര്യ രാജ്യത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ദ മൗര്യ കിങ്ഡം വാസ് ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു വേരിയസ് പ്രൊവിൻസസ്. മൗര്യ രാജവംശം പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു. അതായത് നമുക്കിപ്പം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളില്ലേ, അതുപോലെ പല പ്രവിശ്യകളായിട്ട്, അവരുടെ വലിയൊരു സാമ്രാജ്യമായിരുന്നല്ലോ, ആ സാമ്രാജ്യത്തെ വേരിയസ് പ്രൊവിൻസസ്, പല പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു. സച്ച് പ്രൊവിൻസ് വേർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവർണർ. ഇത്തരം ഈ പ്രവിശ്യകളൊക്കെ ആരാണ്, ഈ പ്രൊവിൻസൊക്കെ ആരാണ് നോക്കിക്കൊണ്ടിരുന്നത്? ഗവർണറുടെ നിയന്ത്രണത്തിലായിരുന്നു. നമുക്ക് അറിയാലോ, നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയുമുണ്ട്. അതുപോലെ അവിടെ ഗവർണർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രൊവിൻസസ് ഒക്കെ. അടുത്ത് നോക്കാം. പാട്ലിപുത്ര ദ ക്യാപിറ്റൽ വാസ് അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് എംപറർ. പാട്ലിപുത്ര, തലസ്ഥാനമായ പാട്ലിപുത്ര ആരാണ്? രാജാവിൻ്റെ, അതല്ലെങ്കിൽ ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു വന്നിരുന്നത്. നമ്മുടെ ഭരണഘടനയുമായിട്ട്, ഇപ്പോഴുള്ള ഭരണഘടനയുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. അടുത്ത് നോക്കാം. മൗര്യൻ ആർമി. മൗര്യൻകാരുടെ ആർമി എങ്ങനെയായിരുന്നു എന്ന് അടുത്തത് നോക്കാം. മൗര്യൻ ആർമി എത്ര ടൈപ്പ് ഉണ്ട്? ആർമി ഹാഡ് 5 ഡിവിഷൻസ്, 5 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഇൻഫൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാൾപ്പട, നടന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവർ, മറ്റേ കുന്തമൊക്കെ പിടിച്ചിട്ട്, കുന്തം പരിചയൊക്കെ പിടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അത്. അടുത്തത് കാവലറി, അതെന്താണ്? കുതിരപ്പട, കുതിരപ്പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യുന്നത്. അടുത്തത് ചാരിയറ്റ്സ്, അതെന്താണ്? നമ്മുടെ രഥത്തിൽ അല്ലെങ്കിൽ തേരിലേറി യുദ്ധം ചെയ്യുന്നത്. അടുത്തത് എലിഫൻസ്, ഗജസേന, അതായത് ആനപ്പുറത്തുള്ളത്. ആൻഡ് നേവി, അവർ വെള്ളത്തിലൂടെയും, അതായത് കടലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലൂടെയും അവർ ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആർമി സജ്ജമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് അശോകധർമ്മ. അശോകധർമ്മ, അതായത് അശോകധർമ്മ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതത്തിൻ്റെ പ്രചാരകനായി മാറി. ശ്രീബുദ്ധം കഴിഞ്ഞാൽ ബുദ്ധമതത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് നമ്മുടെ അശോക ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ മക്കളെയൊക്കെ ബുദ്ധ സന്യാസിമാരാക്കി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അശോക ചക്രവർത്തി തൻ്റെ അവിടുത്തെ ഭരണത്തിലെ ചില ശൈലികളൊക്കെ കൊണ്ടുവന്നു. അതിനെയാണ് ഈ അശോകധമ്മ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് അമോങ് ദി സബ്ജക്റ്റ് ആർ നോൺ ആസ് അശോകധമ്മ. എന്താണ്? തൻ്റെ പ്രജകളുടെ ഇടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ഐഡിയാസാണ് ഈ അശോകധമ്മ എന്ന് പറയുന്നത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകധമ്മ. അശോകധമ്മയിലെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ്? ബി ടോളറൻറ്റ് ടു അതർ റിലീജിയസ്. മറ്റു മതവിശ്വാസികളോട് എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കുക. റെസ്പെക്റ്റ് ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുക. ബി കൈൻഡ് സ്ലേവേഴ്സ് ആൻഡ് സിക്ക്. അടിമകളെയും രോഗികളെയും എന്ത് ചെയ്യണം? ദയ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും പാലിക്കാൻ പറ്റിയ
നല്ല കാര്യമാണ് അശോകദമ്മയിലെ ഈ മെയിൻ ഐഡിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഫേമസ് ഹിസ്റ്റോറിയൻ റോമിത താപ്പർ ഒപ്പൈൻ അബൌട്ട് അശോകദമ്മ? അശോകദമ്മയെ പറ്റി പ്രമുഖ ചരിത്രകാരിയായ റോമില താപ്പർ എന്ന് പറയുന്നത് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശോകദമ്മ വാസ് എ പോളിസി ഫോർ ദ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വാസ്റ്റ് കൺട്രി ആൻഡ് ഫോർ കീപ്പിംഗ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ഹാർമണി. അശോകദമ്മ എന്നത് വിശാലമായ രാജ്യത്തിൻ്റെ, അതായത് അശോകൻ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കി വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റിയല്ലോ. അപ്പോൾ ആ വിശാലമായ രാജ്യത്തിൻ്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ഹാർമണി, അതായത് യോജിപ്പിച്ച് നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമാണ് ഈ അശോകദമ്മ എന്നാണ് ആരാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? റോമില താപ്പർ. അതാരാണ്? ഒരു ഹിസ്റ്റോറിയനാണ് റോമില താപ്പർ. അദ്ദേഹം അശോകദമ്മയെ പറ്റി അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫീച്ചർ ഓഫ് പ്രസൻറ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ക്യാൻ ബി ദ മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? സെക്യുലർ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ അതൊന്നുകൂടെ ഷോർട്ടായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അതേപ്പറ്റി ചർച്ച ചെയ്യാമേ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.